രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞു, എൻ്റെ അമ്മേനെ പറഞ്ഞു. ഞാൻ കരുണാകരൻ്റെ മകളല്ല. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും. പിന്നെ എന്നെ വഴി തടയും. അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പറയാം, ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട്. ഞാൻ രാജകേസ് സമയത്ത് ഇതാവുണ്ട് ഒടുവിൽ പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന നേതാവായതാ. അങ്ങനെ ഒരാള് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും ഇതാക്കുന്നത്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ 10 ദിവസം കിടന്നതെന്നും എന്താ എൻ്റെ പിന്നത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാൻ ഒന്നും മിണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ എന്ന് വിചാരിച്ചതാണ്. കാരണം എൻ്റെ സ്വഭാവം അതല്ല. പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു, ഇനി എൻ്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ ആവശ്യമില്ല. പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ല, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയവും വ്യക്തി ജീവിതവും വേറെ വേറെ കാണണം. എൻ്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ്. എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക. ഞാൻ ഇവർ പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം. എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാ. ഞാൻ കരിങ്കാലിയുടെ മകള്, ചെറുപ്പത്തിലെ കൊലയാളിയുടെ മകള്, ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ പറയുന്നവർ പറഞ്ഞ അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നുള്ളൂ. എനിക്കൊരു പ്രശ്നമില്ല എന്ന് അവരോട് പ്രത്യേകം പറയണം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട്, മാനിഷാദ. നമ്മൾ പറഞ്ഞില്ലേ, കാട്ടാള പരാക്രമ സ്ത്രീകളിലല്ല വേണ്ടു. അത് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേ അല്ല. അങ്ങനെ ചേട്ടൻ എന്നുള്ള ആൾക്ക് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞു. എൻ്റെ വ്യക്തി ജീവിതം എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. എൻ്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക ഞാൻ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുന്നേ പറയും. അതെന്താ വെച്ചാൽ എൻ്റെ സഹോദരനെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ ഞാൻ 2 അടി കൊടുത്തേനെ. കാരണം 1.5 കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു, എനിക്ക് വേറെ കുറേ അസുഖങ്ങൾ വന്നു, ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ. ആ ചേട്ടൻ അത് പറയരുത്. എന്നിട്ടും ഞാൻ സമയം കിട്ടാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഓടും മീറ്റിങ്ങിന്. ഞാൻ അത്രയും ഒരു ഹെൽത്തിൽ ഒരു 1.5 കൊല്ലമായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ ഞാൻ റിക്കവർ ചെയ്ത് വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ആളത് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്, വോട്ടിന് വേണ്ടി. അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ KPC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് വലിയൊരു നേതാവിൻ്റെ അനിയായി എന്നെ ഏറ്റവും ദ്രോഹിച്ച ആളെ ഇലക്ഷൻ. അപ്പോൾ അയാൾക്ക് പൊസിഷൻ കൊടുക്കുന്നതിന് ഞാൻ എതിർത്തു. അപ്പോൾ ആ നേതാവ് തീരുമാനിച്ചു അയാളും വേണ്ട ഞാനും വേണ്ട. അയാളെ എന്നെയും ഒരു ഇതിൽ കിട്ടിയാൽ എനിക്ക് സങ്കടമാണ്. പക്ഷെ എന്നാലും അതെനിക്ക് വിഷമമില്ല. ഞാൻ എല്ലാ ആൾക്കാരും വേണ്ടി കാണുന്നത്. എന്നിട്ട് എന്നെ നേരെ എക്സിക്യൂട്ടീവിലേക്ക് തട്ടി 3 കൊല്ലം എന്നെ നടത്തിച്ചു. അങ്ങനെ 3 കൊല്ലം നടത്തിക്കേണ്ട ആളൊന്നുമല്ല. ഇതന്നെ എനിക്ക് കിട്ടിയ എന്താണെന്നറിയാം, ഞാൻ ഇപ്പോൾ പാർട്ടി വിട്ട് ഒന്നും പഠിപ്പിച്ചിട്ടുണ്ട്.